എനിക്കൊന്നും ഇല്ലാന്നില്ല, ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയുള്ളൂ. പറയാൻ അറിയുന്നത് ഇതിന് തരാം, നിങ്ങൾ പറ, എന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റ്. ഇന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കുഞ്ഞനെ കൈപിടിച്ച് നടന്ന കുഞ്ഞനെ ഇന്ന് വലുതായി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ ഈ സമയത്ത് അച്ഛനില്ലെങ്കിലും അവൻ ഞങ്ങൾക്ക് ഒരു അച്ഛന്റെ കെയറിങ് എല്ലാം അവനാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് അവന്റെ വിവാഹത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ആളെപ്പറ്റി പറയാനാണെങ്കിൽ നല്ല എന്താ പറയുക സപ്പോർട്ടീവാണ്. നല്ല രീതിക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്താ പറയുക കുറച്ച് എന്താ പറയുക കോപം കൂടുതലുണ്ട്. മുൻകോപം ഉണ്ടല്ലോ, കാര്യങ്ങൾ എന്താ പറയുക നോക്കാണ്ട് പെട്ടെന്ന് ചാടി കളിക്കും. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഇതുള്ളൂ. ചേട്ടൻ കുറച്ചൊരു കലിപ്പനാണ്, പക്ഷെ നല്ല സ്നേഹമാണ്, നല്ല കെയറിങ് ആണ്. കണ്ടറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യും. പുള്ളീൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. ഇടയ്ക്കൊക്കെ കൂടാറുണ്ടെങ്കിലും എൻ്റെ എന്ത് ഇതും സഹിക്കുന്നുണ്ട്. അടി കൂടിയായാലും എന്തായാലും ഓക്കെയാണ്, സെറ്റാണ്. ഞങ്ങൾ എൻ്റെ ചേച്ചീൻ്റെ ഗെറ്റ് ടുഗദറിനാണ് മീറ്റ് ചെയ്തത്. അന്നേരം ഒരു റെഡ് ഷൂ ഇട്ടിട്ട് ഒരു മറ്റേ ബസ്സൊന്നും ഇറങ്ങി വരുന്നതാണ് ഫസ്റ്റ് സീൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആരെയും റെഡ് ഷൂ ഇട്ട്. സ്വീറ്റ് എന്ന് പെട്ടെന്ന് സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില ടൈമിൽ സ്വീറ്റാണ്, ചില ടൈമിൽ ഹാർഡാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര മിസ്സിംഗ് ഒന്നും തോന്നുന്നില്ല. ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു എൻ്റെ മാക്സിമം. ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ്. എനിക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല. ഹായ് അമ്മു. എന്നെ ഒരു ഫ്രണ്ടായിട്ട്, സിസ്റ്ററായിട്ട്, അമ്മയായിട്ട്, അമ്മേനേക്കാളും അച്ഛനേക്കാളും ഒരുപാട് ഇഷ്ടം എനിക്ക് നിന്നോട് തന്നെയാണുള്ളത്. ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരിക. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യാം വീട്ടിൽ. അമ്മൂനെ ഇങ്ങനെ നിങ്ങൾക്ക് വിട്ടു തരുന്നതിൽ കുറച്ച് ഇമോഷണലാണ്. എന്നാലും എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ്, അത്രേ ഉള്ളൂ. ഹായ് ഏട്ടാ. ഏട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ചില്ല് വൈബ് ബ്രോ. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ് അമ്മു ആൻഡ് ജിഷ്ണേട്ടാ. കല്യാണം എന്നാ ആ രീതിയിലൊക്കെ തെണ്ടാൻ പോണം, ഫുഡ് അടിക്കാൻ പോണം, നല്ല വിരുന്ന് കയറണം. അതെ, പണ്ട് ഒളിച്ചു പാത്ത് ചെയ്തൊക്കെ. അതെ. നമ്മൾ രണ്ടുപേരും പോസ് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരായത് കാരണം
നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പാവം ചിരിപ്പിക്കാനും പോസ് തരാനും എല്ലാത്തിനും കൂടെ ഈ ഒരു ഇതിനകത്താക്കി ഞങ്ങൾ നന്ദി പറയുന്നു. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ.